ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. ആറ്റൂർ അറഫ സ്കൂളിൽ നടന്ന ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ വലിയ വേദിയായി മാറി. അറഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഗമത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ആറ്റൂർ അറഫ സ്കൂളിൽ അറഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വല മാതൃകയായി. ജാതിമത ഭേദമന്യേ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ട്രസ്റ്റ് ചെയർമാൻ കെ.എസ്. അബ്ദുള്ള, ജനറൽ സെക്രട്ടറി കെ.എസ്. ഹംസ, ട്രഷറർ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇത്തരം ഒത്തൊരുമയാണ് നാടിന് ആവശ്യമെന്ന് ജനറൽ സെക്രട്ടറി ഹംസ ചടങ്ങിൽ ഓർമ്മിപ്പിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫസലുർ റഹ്മാൻ, റഫീഖ് പാറപ്പുറം, ഷൊർണൂർ മുനിസിപ്പാലിറ്റി അംഗം ആഷിഖ് എന്നിവരും അധ്യാപകരും PTA ഭാരവാഹികളും സംഗമത്തിൽ സംബന്ധിച്ചു. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന വേദിയായി ഇഫ്താർ സംഗമം മാറി. എല്ലാ കാലവും ഇതുപോലെ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. കാലങ്ങളായി നടന്നു വരുന്ന ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി എന്ന നിലയ്ക്ക് ഏറെ ശ്രദ്ധേയമാണ് ഞങ്ങളുടെ ഇഫ്താർ സംഗമം. ഈ പരിസരത്തുള്ള എല്ലാ വിഭാഗം ആളുകളും ഇതിൽ പങ്കെടുക്കും. അറഫയുടെ സ്റ്റാഫ് അംഗങ്ങൾ, അറഫയുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ, മറ്റ് കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകൾ, ട്രസ്റ്റ് അംഗങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കും. ജാതി മത ഭേദമില്ലാതെ ഒരു സൗഹൃദ സദസ്സാക്കി ഇതിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. രാജ്യത്തെ എല്ലാ ജനവിഭാഗ ജനങ്ങളും പരസ്പരം സംശയത്തോടുകൂടി കാണുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സൗഹൃദ സദസ്സുകളുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നോമ്പിന് പ്രത്യേകിച്ച് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ വിശക്കുന്നവൻ്റെ വിളി കേൾക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടി അതിൻ്റെ ഭൗതികമായ സവിശേഷതകളൊന്നാണ്. അതിൻ്റെ ആധ്യാത്മികമായ കാര്യം മറ്റൊന്നുണ്ട്. നോമ്പ് സൃഷ്ടാവും അവനും മാത്രം അറിയുന്ന ഒരു പ്രത്യേകമായ അനുഷ്ഠാനമാണ്. CCV ന്യൂസ്, പാഞ്ഞാൾ.